ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? നമ്മളിന്നൊരു അടിപൊളി ചൂരക്കറി വെക്കാൻ പോയിട്ടാണ്. നല്ല ചോത്ത ചൂര കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് കുറച്ച് ഉലുവ വറുത്തട വെക്കണം കേട്ടോ. എന്നിട്ട് ആ വറുത്തതിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കത്തിയിട്ട് ഒഴിച്ചിട്ട് അത് നല്ല മൂത്ത് വന്നാൽ നമുക്ക് കുറച്ച് തണ്ടോട് കൂടിയുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ഉലുവമ്പാടെ നമ്മളെ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറി കേട്ടോ. അത് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളി വലിയ സവാളമ്പാടെ കൂടിയിട്ട് രണ്ടും മിക്സാക്കിയിട്ട് ഒരു പിന്നെ സവാള എടുത്തിട്ട് 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒറ്റക്കാച്ച അത് മതിയാവും. അപ്പോൾ അത് നല്ല വാടിയിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക് കീറിയിട്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച പെട്ടെന്ന് തന്നെ കഴിക്കാൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ തക്കാളി നല്ലതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് അതും ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി കൊടുത്തിട്ട് അതൊന്ന് നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നാലാണ് പെട്ടെന്ന് തന്നെ തക്കാളി വാടിക്കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും മക്കളെ. മീൻ ചൂരക്കറി എന്ത് മീൻ കറി ആയാലും ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ചെടുക്കാം. മൂടി വെച്ച് ഒന്ന് വെള്ളം നോക്കാൻ പറ്റും. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് അതൊന്ന് തക്കാളി ഒന്ന് ഉടക്കിയെടുക്കാം. അതിന് തക്കാളി ഇങ്ങനെ ചുടുമ്പോൾ ഇങ്ങനെ കറിയിലിടുമ്പോഴേ അതൊരു കിട്ടുന്നു. തക്കാളി നല്ലൊന്ന് ഉടങ്ങിയിട്ട് കയ്യിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ഇത് നല്ല ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. പിന്നെ വറുത്ത് കൊടുത്ത ഉലുവ ഉണ്ടാകും, അത് നമുക്ക് ലാസ്റ്റൊക്കെ കൊടുക്കാം. അത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാശ്മീർ ഇതിന് എരിയില്ലാത്ത പൊടി ഉണ്ടാവില്ല, കാശ്മീർ മുളക് പൊടി, അതും നമ്മൾ എരിവുള്ള പൊടി അവിടെ മിക്സാക്കിയതാണ് ഞാൻ. അപ്പോൾ ഇതൊരു 3 സ്പൂൺ കൊടുക്കുന്നുണ്ട്. നല്ല എരിവ് അത്യാവശ്യം വേണം, എന്നാൽ നല്ല കളറും വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നിന്ന് വഴറ്റിയിട്ട് മിക്സാക്കി കൊടുക്കാം. അത് നിങ്ങൾ വിചാരിക്കൽ പേരി ഉണ്ടെങ്കിൽ പേരിയൊന്നും കൂടിയില്ല കേട്ടോ. 2 മുളകും പാടെ കൂടിയിട്ടില്ലേ നമ്മളത് ആ പേരി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ഇവിടെ കുടംപുളി ഇട്ടിട്ടാട്ടോ ആ കറി വെക്കുന്നത്. നമ്മൾ ചൂടുവെള്ളത്തിൽ ഞാൻ പെട്ടച്ചതാണ്. ഇനി നമുക്ക് അത് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിന് പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കുതിർത്തി വെച്ച കുടംപുളി വെള്ളം പാടെ കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറി എത്രയാണ് വേണ്ടതെന്നുള്ളതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര വീട്ടിൽ എത്ര ആളുണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള കറി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിവിടെ ഒരു 8 ആൾക്കുള്ള കഴിക്കാനുള്ള കറി ഉണ്ടാക്കണം കേട്ടോ. മിസ്സുണ്ട്, ചോറുമാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാൻ നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കട്ടിയുണ്ട് എന്ന് കാണുമ്പോൾ കറി നല്ല കുറുകി വരും കേട്ടോ. ഇനി നമുക്കിത് തിളച്ചിട്ട് മീൻ നമുക്കിത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് കഴുകിയെടുക്കണം. ചൂര മീനാട്ടോ, ചോത്ത മീൻ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി നമുക്ക് കഴുകി വെക്കാം. ഉപ്പിട്ട് കഴുകിയാൽ നല്ലതായിട്ട് ചോരയൊക്കെ നല്ല പോരും കേട്ടോ. അപ്പോൾ നോക്കി നോക്കും വലിയ കൂന്തൽ. അപ്പോൾ ഈ ചൂര കൂട്ടാത്തവർക്ക് 2 കൂന്തൽ, ഇവിടെ 2 കുട്ടികളുണ്ട്, അവർക്ക് കൂന്തൽ മേടിച്ച് കൊടുക്കും കേട്ടോ. അതവർക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. മീൻകറി വെക്കാനൊരു സിമ്പിളാട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറി ഇത്. എന്നാൽ കഴിക്കാൻ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
നമ്മളെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറിയോടുള്ള ചാറോട് കൂടുള്ള കറി നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കറിവേപ്പില അതും പാടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ മക്കളെ നമ്മളെ പണിട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാച്ച ഒന്ന് സബ്ബും ലൈക്കും കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.